ഞാൻ മീറ്റ് ബോക്സാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇതൊരു അടിപൊളി സ്നാക്ക് ഐറ്റമാണ് കേട്ടോ. ഇത് ഒട്ടും എണ്ണ കുടിക്കില്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മസാല തയ്യാറാക്കാൻ വേണ്ടി ഉള്ളി ചോപ്പ് ചെയ്തെടുക്കണം. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി കേട്ടോ. പിന്നെ നമുക്ക് ഞാൻ ബീഫാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബീഫ് ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, വെള്ളുള്ളി, പിന്നെ പച്ചമുളകും ചെറുതായി അരിഞ്ഞെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ദോശ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനുവേണ്ടി 2 കപ്പ് മൈദ വേണം. പിന്നെ അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കട്ടിയിൽ വേണം മാവ് ഉണ്ടാക്കിയെടുക്കാൻ. ഏകദേശം നമ്മൾ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ വേണം. അപ്പം നമ്മുടെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഓരോന്നായി ചുട്ടെടുക്കാം. ഇത് നമ്മൾ ദോശ ഉണ്ടാക്കണ പോലെ ആ ഒരു ഷേപ്പിലാണ് ചുട്ടെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മഞ്ഞൾപ്പൊടിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നേരത്തെ എല്ലാ മസാലയും ഇട്ട് വേവിച്ച് വെച്ചതായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വാങ്ങി വെക്കാം. ഇനി ഓരോ ദോശ എടുത്ത് അതിലേക്ക് കുറേശ്ശെ മസാല ഇട്ട് കൊടുത്ത് നമുക്ക് 4 വശം ഒന്നിങ്ങനെ മടക്കിയെടുക്കാം. ഇത് നമ്മളിങ്ങനെ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി ഓരോന്നോരോന്നായി നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ എല്ലാതും ഇതുപോലെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചെടുത്ത് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ ബോക്സും എണ്ണയിൽ പൊരിച്ചെടുക്കാം. അതിനു വേണ്ടി ഓരോ ബോക്സ് എടുത്ത് മുട്ട മിക്സിയിൽ ഇങ്ങനെ മുക്കി നമുക്ക് ഓരോന്നായിട്ടും പൊരിച്ചെടുക്കാം. ബോക്സ് പൊട്ടിയിട്ടുണ്ടെങ്കിലും എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ. അത് ഈ മുട്ടയിൽ മുക്കുന്ന കാരണം അതങ്ങോട്ട് കവർ ചെയ്ത് ഇരിക്കും. ഇനി നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കാം.
ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ഡ്രെയിനർക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളിയും ബീഫും ചോപ്പ് ചെയ്യാൻ ഉപയോഗിച്ച ചോപ്പറാണിത്. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 289 രൂപയാണ് എനിക്ക് ഇതിനായത്. ഇതിൻ്റെ ഉള്ളിൽ 2 ഐറ്റംസ് ഉണ്ട്. ഒന്ന് ചോപ്പ് ചെയ്യാനുള്ളതും മറ്റേത് ബീറ്റ് ചെയ്യാനുള്ളതും. ഇതാണ് ചോപ്പ് ചെയ്യാനുള്ളത് കേട്ടോ, ഇത് ബീറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ യൂസേജ് ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ഇന്ന് ഉള്ളി ഞാൻ ചോപ്പ് ചെയ്താണ് കാണിക്കണത് കേട്ടോ. ഒരുപാട് ഉള്ളിയൊന്നും ഇടാൻ പാടില്ല, അപ്പോൾ കറങ്ങാൻ കഴിയില്ല. ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് നേരം ഇരുന്ന് അരിയേണ്ട ആവശ്യമില്ല. ബീഫും ഇതിൽ തന്നെയാണ് ഞാൻ ചോപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ ബീഫ് കുറച്ചുള്ളൂ ഇടാൻ പറ്റുക. മിക്സിയിലും ഇതിൽ അരക്കുന്നതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മിക്സിയിൽ അരക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് അരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് വിട്ട് നമ്മൾ അരിഞ്ഞ് കിട്ടണ പോലെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്